ഗായ്സ് അടുത്ത പറയാനുള്ള ഞങ്ങൾ നല്ലൊരു ഫാനായിരുന്നു ഞാൻ ഇവന്റെ. ഇപ്പോഴും ഫാനൊക്കെ തന്നെ ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ അർമന് പണിഷ്മെന്റ് ആയത് കൊണ്ടും ഇപ്പൊ ഒരു ടീച്ചർ ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോ 2 ടൈപ്പ് ടീച്ചർമാരുണ്ട്. ഒന്ന് ഇവൻ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് പറഞ്ഞു, ചിലവരുണ്ട് അതിലൂടെ ഒരു പാഠം പഠിക്കട്ടെ, പക്ഷെ അതൊരു ഗുണം ഉണ്ടാവട്ടെ. ആ മൂടാണ് 100 ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ലൊരു വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് 100 ആക്കിയത്. കാരണം റീമാച്ച് ആയിട്ട് ക്യാമറോട്ടിനെ കൊടുത്ത് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് ക്യാമറോട്ട് ഇപ്പൊ കുറച്ച് 7th റാങ്ക് കിടക്കണം, പക്ഷേ അർമൻ അവൻ ചെയ്യാനുള്ളൊരു അവസരവും അപ്പൊ പണിഷ്മെന്റ് സെർവ് ചെയ്യും, റിഡംഷനും കിട്ടും. ആ ഒരു നല്ല ചോയ്സ് ആണ് 100 കൊടുത്ത. അതിനെ തട്ടിത്തെറിപ്പിച്ച മൊണ്ണനായ അർമന് പൊട്ടാന്ന് ഞാൻ വിളിക്കുള്ളൂ. കാരണം US ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് അവനിത് കൊടുത്തത്. അത് മനസ്സിലാക്കാണ് എനിക്ക് വേണ്ട. പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് അതിന് നല്ല തരാൻ പോണ പൊട്ട, നീ മണ്ടനാണാ? എന്നിട്ട് അതിന് പകരം ചോദിച്ചത് ഡാൻ ഹുക്കറിനെയാണ്. ഡാൻ ഹുക്കറിനെ മതിയായിരുന്നു എന്നൊക്കെ. അത് എളുപ്പം ജയിക്കാല. ഡാൻ ഹുക്കറിന്റെ റാങ്കിങ് എത്രയാണ് ഇപ്പൊ? 6. അതിന് കുറച്ച് മേലെയായിരുന്നു പോലെ, കാരണം ക്യാമറ തോപ്പിച്ചോണ്ട്. പക്ഷെ ഇതൊരുമാതിരി കാരണം എന്താ അറിയോ, എന്ത് സംഭവം കേട്ടോടാ, ഈ നേക്കഡ് ട്രൂത്ത് ഞാൻ പറഞ്ഞു തരാകിച്ചു. ഞാൻ എപ്പോഴും അതേ പറയാറുള്ളൂ. എന്നാലും ഈ ഒരു ഫൈറ്റ് അങ്ങോട്ട് കണ്ട എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ അടുത്തോടെ എത്തണം. ഈ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതൊരു ഈസി ഫൈറ്റ് ആയിരിക്കണം. ഗാംറോട്ടിനെ കൂടി തല്ലുടിക്കുമ്പോൾ അതൊരു ഹാർഡ് ഫൈറ്റ്, ജയിച്ചാലും ഹാർഡ് ഫൈറ്റ് ആയിരിക്കും. ഇത് പുള്ളിക്ക് പുള്ളിയുടെ അപ്പനും അറിയാം. അപ്പൊ അതുകൊണ്ടാണ്, മനസ്സിലായ, അത്രയും ഡാമേജ് എന്തായാലും ആവും. അതും കഴിഞ്ഞ് ഇസ്ലാമായിട്ട് ഇവ ഉക്കറ കഴിക്കുമ്പോ ചോപ്പ് ചോപ്പ് ഒരു ഡേറ്റോണൊക്കെ കഴിഞ്ഞ് ചൂച്ചു ചാചാച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ ഡാമേജ് ഇല്ലാണ്ട് ഇസ്ലാമായിട്ട് പ്രിപ്പയർ ചെയ്യല്ല. അപ്പൊ ഇതാണ് സംഭവം. ഇതൊരു വേറെ കാര്യം പറയട്ടെ, ഇതിന്റെ ഒക്കെ താക്കോലിരിക്കേണ്ട ബലാൽ അവിടെ കഴിഞ്ഞ തോറ്റ് വിട്, ഞാനതിപ്പോ പറയണില്ല. എന്നാലും ഞാൻ പറയാ, ഇപ്പൊ അർമാൻ ഈ കാണിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ. ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് വേൾഡ് എല്ലാരും അർമാന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, എല്ലാവരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഹുക്കറിന് ഈ അടുത്തൊന്നും കിട്ടേമില്ല. എനിക്ക് തോന്നുന്നു ഹുക്കർ ഈ അടുത്ത് അവൈലബിൾ അല്ല. ഹുക്കറിന് പിന്നെ ഹാൻഡ് ഇഞ്ചുറി വന്ന് പിന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് അത് കാരണം ഹുക്കർ ഇനിയും ലേറ്റ് ആവും. അപ്പൊ അത് കാരണമായിരിക്കാം ഇനിയിപ്പോ ഈ അർമന്റെ ഒരു ഞാൻ പറയട്ടെ, അർമൻ ഇപ്പൊ ഹുക്കറായിട്ടൊരു ബീഫ് പൊട്ടി മുളച്ച് കഴിഞ്ഞ ആഴ്ച, അത് ലെജിറ്റാണ് ട്ടാ. അത് പക്ഷെ ഇതിനു വേണ്ടി മുളപ്പിച്ചാണെന്ന് അറിയാൻ പാടില്ല, പയറ് പോലെ. എന്നാലും മുളച്ചെറിയൊരു ബീഫ് ഉണ്ട് അങ്ങാടും ഇങ്ങാടും. പക്ഷെ ഇതൊരുമാതിരി ഇപ്പില്ലേ, ഗ്യാമറൂട്ടിനൊക്കെ ഒന്ന് KO ചെയ്ത് കഴിഞ്ഞാൽ അർമോന്റെ സ്റ്റോക്ക് ലെവലായില്ലേ. ആ വെർഷൻ ഓഫ് ഇലിയ വീസസ് ഇസ്ലാമിന് കുറച്ചും കൂടി പെരിപ്പിക്കും അങ്ങാട്. അപ്പൊ നല്ലതായിരുന്നു. പക്ഷെ പോട്ടെ, ഇപ്പൊ ഗ്യാമറൂട്ട് മറ്റേ കൂടെ ആയിപ്പോയി. എന്ത് മയിലാടാ, എന്നെ വേണ്ടെന്നാ, ഞാൻ വേണ്ടെന്നാ, ഞാൻ ശോകമാണെന്നാ, ഞാനെന്ത് പൊട്ടനാ. ഈ ഗ്യാമറോട്ട് മറ്റേ വളിച്ചു നീ വേർത്തിച്ചാലെന്നൊക്കെ മനസ്സിലായി. ഗ്യാമറോട് ഇപ്പൊ മറ്റേ സീൻ പറയണ്ടാവും, മയിലാണ് ഞാൻ തോപ്പിക്കുകയും ചെയ്ത് മയില മറ്റേ അപ്പുറത്തെ കൂട്ടുകാരന് ഇപ്പുറത്തെ പറ്റി പറയില്ലാത്തപ്പോ അതേപോലെ കുറെ പ്രദൂഷണം കോച്ചസായിട്ട് പറയണ്ടാവും. മണ്ടനാണ്, ന്യായമുണ്ട്. കിച്ചറൊക്കെ ഉണ്ട് കൂട്ടുകാരെ, വേറെ കൂട്ടുകാരെ പറയാണ്ടാവും മുഖത്ത് കുടുംബ ഇങ്ങനെയാണെന്നൊക്കെ. അതേപോലെ അവരെ തോപ്പിച്ചല്ലേ, അത് അതിന്റെ പോലെ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി അഡർ കൊടുത്തിട്ട് അവരത് വേണ്ടത് പറയും. അപ്പൊ ഞാനെന്ത് പൊട്ടനാ, എന്നെ തോപ്പി അവരറിയാൻ എന്റെ കൂടി വെയിറ്റ് ചെയ്ത് അവൻ ജയിക്കുക. ഈ ഞാൻ പറഞ്ഞാലൊക്കെ അവരോട് കൊച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലല്ല കൊച്ചു പറഞ്ഞിട്ടുണ്ടാവൂലടാ, സത്യം പറഞ്ഞിട്ടുണ്ടാവൂലേ. അല്ല ഇതിപ്പോ അർമാൻ ഒരു ഫൈറ്റ് തോപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറയണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ക്യാമറോട്ട് ജയിക്കുകയും ചെയ്ത് എന്നിട്ട് കാര്യമില്ല. മറ്റേ അടസാനിയെ മറ്റേത് പറഞ്ഞ പോലെ ഇത്ര തോന്നില്ല. അടസാനെ 3-1 ഇനി ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റി. കാരണം ഇനി അലക്സ്പെറിനെ തോപ്പിച്ചാൽ ആൾക്കാർ പറയും 3-2 ആണെന്നേ പറയുള്ളൂ. തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതായി. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതെനിക്ക് അതിന്റെ അത്രയും പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായ വിച്ചുവിനെ മനസ്സിലായ? കൊറേ മനസ്സിലായെന്ന് ചോദിക്കണം. ആർക്കെങ്കിലും മനസ്സിലായി? കമന്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയണോട്ടാ. മനസ്സിലായില്ലേന്ന്, മനസ്സിലായാലും മനസ്സിലായില്ലേലും പറയണം മനസ്സിലായെന്ന്. പിന്നെ ഈ അർമാന്റെ കാര്യം വിടാം. അർമാന്റെ ഈ ഞാനും എതിരാണ്. അപ്പൻ അപ്പൻ്റെ 50 കോടി ഉണ്ടെന്നും പറഞ്ഞ് അതില് കുണ്ടിത കിലകിതം കാണിക്കാൻ നിൽക്കത്.